താങ്കൾ ശരിക്കും സംഖ്യയാണോ എന്നൊരു ചോദ്യമുണ്ട്. സംഖ്യയാണോ? എനിക്കൊരു RSS ആവില്ല. ഇത് എന്റെ ഗ്രാൻഡ് ഫാദർ ഫേസ് ചെയ്ത ഒരു ചോദ്യമാണ്. RSS അല്ല, ഹിന്ദു ആണെന്ന് ചോദിച്ചു. അതേ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പൊ മുസ്ലിങ്ങളൊന്നൊക്കെ അന്ന് അഖണ്ഡ ഭാരതത്തിന് പാകിസ്ഥാൻ വേണ്ടിയിട്ട് നിലപാടെടുത്ത ഭൂരിപക്ഷം അന്നത്തെ ഇവിടുത്തെ ലീഗ് വരും. അന്ന് മൊയ്തു മൗലവി, അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്നെ കൂടെ എന്റെ താഴത്തെ എന്റെ വല്യാപ്പേക്കാളി അഖണ്ഡ ഭാരത ഇന്ത്യ ഗാന്ധി എന്നൊക്കെയുള്ള നിലപാട്. അന്ന് യാഥാസ്ഥിക മുസ്ലിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ഹിന്ദു ആണെന്ന്. അന്ന് ചോദിച്ചാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ആ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പാകിസ്ഥാനിൽ പോയി ജിന്നേനെ കണ്ടപ്പോൾ ജിന്ന പറഞ്ഞു നിങ്ങൾ ഇന്ത്യക്കാരായി തുറന്നാൽ മതി, നല്ല പൗരന്മാരായി ഇന്ത്യക്കാരായി തുറന്നാൽ മതി. അങ്ങനെ അവർ ഇന്നത്തെ മുസ്ലിം ലീഗ് ഉണ്ടായി. ആ മുസ്ലിം ലീഗ് ഇന്നെടുക്കുന്ന നിലപാട് എന്റെ വല്യാപ്പക്ക് അന്നെടുത്ത നിലപാട്. അന്ന് അവർ വല്യാപ്പയൊക്കെ കുറ്റം വന്നിട്ട് ആളുകളാണ്. ഇന്ന് വലിയ ദേശസ്നേഹം നടക്കുന്ന ഇവിടെയുള്ള മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എല്ലാ കാലഘട്ടത്തിലെയും ക്രൈറ്റീരിയ രാജ്യമാണ്, എന്റെ രാജ്യം. ഞാൻ എനിക്ക് അഭിമാനമാണ്. അപ്പൊ എന്റെ വേറെ സൂഫി പറ്റിയത് സംസ്കൃത അറബി സ്കോളർ. വല്യാപ്പനെ സംബന്ധിച്ച് നമ്മുടെ ബാപ്പാനൊക്കെ സമ്മാനൊക്കെ സംബന്ധിച്ചിട്ട് ഇന്ത്യ എന്നുള്ളത്, ഭാരതം എന്നുള്ളത് കുറച്ച് നമ്മൾ ബേസിക്കലി നമ്മുടെ മതവിശ്വാസം ഇസ്ലാമിൻ്റെതാണ്, നമ്മളത് ഫോളോ ചെയ്യും. നമ്മൾ ബേസിക്കലി ഇന്ത്യക്കാരാണ്. നമ്മുടെ മതത്തിന്റെ സ്പേസ് മതപരമായി നമ്മൾ മുസ്ലിങ്ങളാണ്, സാംസ്കാരികമായി നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങളാണ്. അതാണ് എൻ്റെ ഗ്രാൻഡ്ഫാദർ അങ്ങനെയായിരുന്നു. അദ്ദേഹം മുസ്ലിയാരൊക്കെ ആയിരുന്നു, സൂഫി ആയിരുന്നു. ഗ്രാൻഡ്ഫാദർ ഫ്രീഡം ഫൈറ്റർ. അദ്ദേഹം ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുന്ന മുസ്ലിം. എൻ്റെ വാപ്പ അങ്ങനെ തന്നെ, ഉമ്മ അങ്ങനെ തന്നെ. ഞങ്ങൾ അത്യാവശ്യം സൂഫി ലൈനിലുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്, റസൂല് ഇത് നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും ശക്തമായ കോൺസെപ്റ്റുകളാണ്. അതോടൊപ്പം നിൽക്കുന്നതാണ് എൻ്റെ രാജ്യം എന്നുള്ളത്. ഈ രാജ്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ പൂർവികർ ഇവിടെ അതിക്രമിച്ച് വന്ന ആളുകളല്ല ഉത്തരേന്ത്യയിലൊക്കെ ചെയ്ത പോലെ. അവർ കച്ചവടത്തിൽ വന്ന പ്രവാചകന്റെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടായത് ഞാനൊക്കെ ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടൊക്കെ മുസ്ലിങ്ങളാണ് മഹാഭൂരിപക്ഷം. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ എല്ലാ സഹായം അന്നേ ചെയ്തവിടെ ഹിന്ദു രാജാക്കന്മാരാണ്. അന്ന് ഞങ്ങൾ വർഗീയതൊന്നും കണ്ടിട്ടില്ല. അതിനുശേഷവും സാമൂതിരി, പിന്നെ അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരാണെങ്കിലും ഇപ്പോൾ CPM പിണറായി വിജയനാണ്. ഇവരൊക്കെ മതം കൊണ്ട് ഹിന്ദുക്കളല്ലേ, കമ്മ്യൂണിസ്റ്റുകാർക്ക് മതം ഇല്ലെങ്കിൽ പോലും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൻ്റെ സാംസ്കാരിക സ്പേസ് ഇന്ത്യൻ മുസ്ലിം എന്നുള്ള ഒരു സ്പേസാണ്. അതിനെ ഞാൻ ഡ്രസ്. അപ്പം നോക്കുമ്പോൾ എൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കൺവിക്ഷൻ ലിബറൽ ലെഫ്റ്റ് കൺവിക്ഷനാണ്. ഞാൻ കടുംപിടുത്ത SFIക്കാരനായിരുന്നു. ജനയുഗത്തിന്റെ ഡൽഹി കറസ്പോണ്ടന്റ് ആയിരുന്നു. നവയുഗത്തിൽ ഉണ്ടായിരുന്നു. നവയുഗത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടായിരുന്നു. കാനോ ഇസ്മായിൽക്കൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇസ്മായിൽക്കാണ്. ഇസ്മായിൽക്കൊക്കെ ഏതാണ് നമ്മളെ അതുപോലെയുള്ള ഒരു മുസ്ലിമാണ് എൻ്റെ ഫീൽ. അതുകൊണ്ടാണ് ഒരു 1-to-1 റിലേഷൻഷിപ്പ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ഗുണകരമാവുന്നത് എന്തോ. ഇപ്പം മോഡി വന്നതിന് ശേഷം നമ്മളൊക്കെ മുമ്പ് ഇമ്പോസിബിൾ എന്ന് എഴുതിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് മുമ്പത്തെ പരിഗണന കിട്ടുമെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് അധികാര സ്ഥാനങ്ങൾ കിട്ടുന്നില്ല. പണ്ട് ഫക്രുദ്ദീൻ അലി പ്രസിഡന്റ് ആയതുകൊണ്ടോ സാക്കിർ ഹുസൈൻ പ്രസിഡന്റ് ആയതുകൊണ്ടോ ഇവിടെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടി? സച്ചാ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും പിന്നിൽ ദളിത് കമ്മ്യൂണിറ്റിയെക്കാട്ട് പിന്നിലാണ് മുസ്ലിങ്ങളുടെ സ്ഥാനം ഇന്ത്യയിൽ. കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചിട്ട് ഒരുപാട് മുഖ്യമന്ത്രിമാരെയും പ്രസിഡന്റിനെയൊക്കെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിക്കൂടെ. എന്തുകൊണ്ട് മുസ്ലിംസ് മുന്നോട്ട് വന്നില്ല? കാരണം അത് ചില ആളുകളെ മാത്രം ഈ മുസ്ലിങ്ങളെ വോട്ടിനെ മൊത്തം എൻഗാജ് ചെയ്യാൻ പറ്റിയ ചില ആളുകളെ മാത്രം വളർച്ചയായിരുന്നു. കേരളത്തിലാണ് സച്ചാ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നൊരു സംസ്ഥാനം. അത് സച്ചാ കമ്മിറ്റി റിപ്പോർട്ട് അധികാര കേന്ദ്രങ്ങൾ അടുത്തായതുകൊണ്ടാണ്. അധികാര കേന്ദ്രങ്ങൾ അടുത്ത മലപ്പുറം തിരുവനന്തപുരത്തേക്ക് വന്നതല്ല. ലീഗിന്റെ MLA-മാരുണ്ടാവുന്നു, അവർ സജീവമായിട്ട് ഇടപെടുന്നു. ഇവിടെ സെക്കുലർ പാർട്ടികളുടെ MLA, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ MLA-മാർ ഈ സമൂഹത്തിന് വേണ്ടി ശക്തമായിട്ട് ഇടപെടുന്നു. പിന്നെ ഗൾഫിൽ അവർ മൈഗ്രേറ്റ് ചെയ്ത് പോയ സമയത്ത് അതിന്റെ വരുമാനം ഇതൊക്കെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. അതല്ല ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി. അപ്പോൾ മോഡിയെ സംബന്ധിച്ച് മോഡി ഈ പ്രീണനം അങ്ങ് നിർത്തിയിട്ടുണ്ട്. അതായത് ചില ആളുകളെ ചൂസ് ചെയ്തുകൊണ്ട് അവരാണ് സമുദായം, അവരുടെ മക്കളും നന്നാവുക, പാവപ്പെട്ട മുസ്ലിങ്ങളൊന്നും അല്ലാതിരിക്കും. ഇന്നൊരു പശ്ചിമ മുസ്ലിംസ് അവിടെയുള്ള പാവപ്പെട്ട മുസ്ലിങ്ങളുണ്ട്, അവരെയാണ് മോഡി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് BJP പറയുന്നത്. BJP പറയുന്ന BJP RSS സൂഫി നൈറ്റുകൾ സംഘടിപ്പിക്കണം, എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് ഈ പറയുന്നതിന്റെ ശിവലിംഗം തപ്പണ എന്നൊക്കെ അങ്ങേര് തന്നെ പറയുന്നുണ്ട്. പിന്നെ മറ്റേ കാര്യങ്ങളൊക്കെ അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ. ആഭ്യന്തര ശത്രുക്കളുടെ ഭാഗം അവർ ഓൾറെഡി തള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൾച്ചറൽ നാഷണലിസത്തിൽ ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ പൊതുവായ സാംസ്കാരിക ധാരയെ പറ്റിയാണ് നമ്മൾ മാപ്പിള രാമായണൊക്കെ ഉൾപ്പെടെ സാംസ്കാരിക ധാരയെ പറ്റിയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ അതിനോടൊന്നും നമുക്ക് വിയോജിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മോഡിയെ ഞാൻ RSS-നെ മോഡിയല്ല ഞാൻ സപ്പോർട്ട് ചെയ്യാം. മോഡിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ആള് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോഡിയെ എനിക്കിപ്പോഴും വിമർശനമാണ്. ഞാനാണ് ഒരു ആദ്യത്തെ പുസ്തകം അതേപ്പറ്റി എഴുതിയത് കേരളത്തിൽ, അത് ബെസ്റ്റ് സെല്ലറായിരുന്നു. ഇന്നും ആ നിലപാട് മാറ്റും. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന മോഡി പൊതുവെ രാജ്യത്തിന് ഗുണകരമാണ്. ഇന്ത്യയുടെ യശസ് ഉയരുന്നു, അതായത് പാവങ്ങൾക്ക് വേണ്ടി ഈ ഉജ്ജൽ യോജന അങ്ങനെ പരിപാടികൾ നടത്തുന്നു. അപ്പൊ രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ മോഡി ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ആ ഗുണകരമായ കാര്യങ്ങളെ നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എടുത്തു പറയും. അല്ലാതെ അയാൾ RSS എന്നുള്ളത് കൊണ്ട് അതൊന്നും കണ്ടില്ല എന്ന് അടിച്ചിട്ട് വേറെ എന്തെങ്കിലും പറയല്ല. ഇപ്പൊ രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ അത് ഈ പിണറായി വിജയനെ പറ്റി തന്നെ നല്ലതല്ലേ പറയുന്നത്.
ഉമ്മൻചാണ്ടി സാറിനെ പറ്റി നല്ലതല്ലേ പറയുന്നത്. അപ്പം രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ ആര് ചെയ്താലും നമ്മൾ ആവശ്യം. എന്റെ മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കാണാതിരിക്കാൻ എന്നെ അനുവദിക്കും. ഖുർആൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സത്യസന്ധത, നിങ്ങളെ നേരിനോടും സത്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. അതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ രാഷ്ട്രീയ ഖുർആനിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരാളുടെ നേരെയുള്ള വെറുപ്പ് അല്ലെങ്കിൽ ശത്രുത ഒരിക്കലും ഒരു സമൂഹത്തോട് വെറുപ്പ് കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഞാനും അത് ചെയ്തിട്ടുള്ളൂ. ആഫ്റ്റർ ഓൾ പിന്നെ നിങ്ങളെ ജനിച്ച ദേശത്തോടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൂറുണ്ടാവുന്നതെന്ന് പറയുന്നത് ഇസ്ലാം കാഴ്ച കഴിഞ്ഞാൽ. ഈ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് ഞാൻ മോഡിയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യക്ക് ഗുണകരമായ കാര്യങ്ങൾ മോഡി ഞാൻ സപ്പോർട്ട് ചെയ്യും. ഗുണകരമല്ലാത്ത കാര്യങ്ങൾ മോഡി ഇപ്പം പശുവിന്റെ വല്ല ആളുകൾ തല്ലിക്കൊള്ളുമെങ്കിൽ ഞാൻ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇന്ത്യയാണ് എന്റെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ. ഐ ആം എ ഇന്ത്യൻ മുസ്ലിം, ഐ ആം എ ലിബറൽ ലെഫ്റ്റ്. പക്ഷെ സത്യം പറയുന്നതിന് എനിക്ക് ഇതൊന്നും ഒരു തടസ്സമല്ല. അത് BJPക്ക് ഗുണകരമാണെന്ന് വിചാരിച്ചാൽ മിണ്ടാതിരിക്കുകയില്ല. BJPക്കാരെ അല്ലെങ്കിൽ CPM-മാരെ വെറുപ്പിക്കുമെന്ന് വിചാരിച്ച് പറയാതിരിക്കുകയില്ല.